അടുത്ത് ഖുദൈദ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് എത്തിയ സന്ദർഭത്തിൽ ഖുദൈദ് ഇന്നും അതേ പേരിൽ ആ സ്ഥലം അവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ മക്കയിൽ നിന്ന് അല്ലെങ്കിൽ ജിദ്ദയിൽ നിന്ന് കാറ് വഴി മദീനയിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു ബോർഡ് ഖുദൈദ് എക്സിറ്റ് എന്നറിയപ്പെടുന്ന ഒരു ബോർഡ് കാണാൻ സാധിക്കും. ആ ഒരു പ്രദേശത്ത് എത്തിയ സന്ദർഭത്തിൽ അവരുടെ കയ്യിലുള്ള ഭക്ഷണം എല്ലാം തീർന്നിട്ടുണ്ട്. കാരണം ദിവസങ്ങളായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കയ്യിലുള്ള സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്റ്റോക്ക് കഴിഞ്ഞാലും യാത്ര വഴി മധ്യേ പണം നൽകിയാൽ വല്ലതൊക്കെ വാങ്ങാൻ കഴിയുന്ന ചില സ്പോട്ടുകൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം വഴിയാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ചില പോയിന്റുകൾ അവിടെ ഉണ്ട്. അത്തരത്തിൽ വഴിയാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഒരു സ്ത്രീ ആ ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്ന, അവരുടെ പേര് ഉമ്മു മഅബദ്. യഥാർത്ഥത്തിലുള്ള പേര് ആത്തിക ബിൻത് കഅബ്. ബനു ഖുസാഅ ഗോത്രക്കാരിയാണ്. അവര് ഒരല്പം പ്രായമുള്ള സ്ത്രീയാണ്. അവർക്കൊരു ചെറിയ കുടിൽ, അതായത് ആ വഴിയിൽ ഏതൊരു ഭാഗത്ത് അവർക്കൊരു ചെറിയ കുടിലുണ്ട്. വഴിയാത്രക്കാർക്ക് അവർ വല്ലതും നൽകും, പകരമായിട്ട് അവരെന്തെങ്കിലും പണമോ മറ്റോ നൽകും. ആ രൂപത്തിലാണ് അവർ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഉമ്മു മഅബദിന്റെ വീടിന്റെ സമീപത്ത് എത്തിയ സന്ദർഭത്തിൽ ആ സ്ത്രീ അവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ വീട്ടിന്റെ ആ ഭാഗത്തേക്ക് കയറി. അവരോട് അതായത് വീട്ടിലേക്ക് കയറിയിട്ട് അവര് ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എടുക്കാനുണ്ടോ? അതായത് വല്ല പാലോ കാരക്കയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ സ്ത്രീ പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല, കട കാലിയാണ്. അതായത് ക്ഷാമം കാരണം ദിവസങ്ങളായിട്ട് ഞങ്ങളും പട്ടിണിയിലാണ്. ഭർത്താവ് എന്നെ ദിവസങ്ങളായിട്ട് പട്ടിണി കാരണം വല്ലതും കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി പുറത്തു പോയതാണ്. അതായത് മറ്റൊരു റിപ്പോർട്ടിൽ ഭർത്താവ് ആ സന്ദർഭത്തിൽ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ആ സന്ദർഭത്തിൽ ആ രൂപത്തിൽ അവർ മറുപടി പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ടെന്റിന്റെ എല്ലാ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയ സന്ദർഭത്തിൽ ആ ടെന്റിന്റെ ഒരു മൂലയിൽ ഒരു ആടിനെ അവിടെ കെട്ടിയിട്ടുണ്ട്. അതായത് ആട് കറവ് പറ്റി നല്ല പ്രായമുള്ള നന്നായി ശോഷിച്ച ഒരു ആട് ആ ടെന്റിന്റെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആടിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, മാ ഹാദിഹി ഷാത്തു യാ ഉമ്മു മഅബദ്. ഓ ഉമ്മു മഅബദ്, ഈ ആട് നിങ്ങളുടേതാണോ? അവര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, അത് ഞങ്ങളുടേതാണ്. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല, അത് കറവ് പറ്റി കാലങ്ങളായിട്ട് ഒരു ഉപകാരമില്ലാതെ, അതായത് ഞങ്ങൾ പരിചരിക്കുന്ന, അതായത് പ്രത്യേകമായിട്ടൊരു കാര്യമൊന്നുമില്ല എന്ന് ഉമ്മു മഅബദ് അവര് മറുപടി പറയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അതായത് നിങ്ങൾ എനിക്ക് അതിനെ കറക്കാൻ അനുമതി നൽകുമോ? ആടിന് ഞാൻ കറക്കട്ടെ എന്ന് റസൂലുള്ളാഹി പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ അതിനെന്താണ്, നിങ്ങൾ കറന്നോളൂ, പക്ഷെ അത് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള രൂപത്തിൽ അവര് മറുപടി പറയാൻ. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു മഅബദിനോട് ഒരു പാത്രം കൊണ്ടുവരാൻ കൽപ്പിക്കണം. അവര് വീട്ടിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാത്രം, അതായത് 10 ആളുകൾക്കെല്ലാം കുടിക്കാൻ കഴിയുന്ന അത്തരത്തിൽ ഒരു ചെമ്പ്, വലിയൊരു പാത്രമായിട്ട് അവര് തിരിച്ചു വരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രം എടുത്തിട്ട് ആടിന്റെ സമീപത്ത് പോയിട്ട് അവിടെ ഇരുന്നു. അതിനുശേഷം റസൂലുള്ള ആടിന്റെ അകിട് തടവി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റസൂലുള്ള ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ ആടിനെ കറക്കാൻ ആരംഭിക്കാണ്. അത്ഭുതം, അവിടെ മുഅ്ജിസത്ത് സംഭവിക്കാണ്. ആടിന്റെ അകിടിൽ നിറയെ പാല് നിറയാണ്. സുബ്ഹാനല്ലാഹ്. ആടിന്റെ അകിട് മുഴുവൻ നിറയെ പാല് നിറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ മുഴുവൻ ആ ആടിന്റെ പാല്, ആ പാത്രം നിറയുമാർ അത് കറന്നെടുത്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം, അതായത് ആ പാത്രം നിറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രം ഉമ്മു മഅബദിന് നൽകി ആദ്യമായിട്ട്. എന്നിട്ട് അവരോട് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് വയറ് നിറയുമാറ് കുടിച്ച് അവർ ആ പാത്രം തിരിച്ചു നൽകി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ പാത്രത്തിൽ ആ പാല് കറന്നു. അതിനുശേഷം അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വയറ് നിറയുമാറ് കുടിച്ചു. അതിനുശേഷം മൂന്നാമതായിട്ട് സുമ്മ ശരിബ ആഖിറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് റസൂലുള്ളാഹിയും അത് വയറ് നിറയുമാറ് കുടിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഓർക്കുന്നില്ല, ഹലീമ സഅദി റളിയല്ലാഹു അൻഹ, അവരുമായിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പത്തിൽ റസൂലുള്ളാഹിന്റെ ഒരു അത്ഭുതം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നുബുവത്തിന് മുമ്പ് ഹലീമ കുട്ടിയെ വളർത്താൻ എടുത്തുകൊണ്ടുപോയ സന്ദർഭത്തിൽ അവർക്ക് അവരുടെ വീട്ടിലുണ്ടായിട്ടുള്ള അത്ഭുതം സമാനമായിട്ടുള്ള സംഭവമാണ് ഇവിടെയും സംഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉമ്മു മഅബദിന് നൽകി. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അവസാനമാണ് റസൂലുള്ള കുടിക്കുന്നത്. അവിടെയും മനോഹരമായിട്ടുള്ള മാതൃക റസൂലുള്ള മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്. ഭക്ഷണ മര്യാദകൾ പറയുന്ന സന്ദർഭത്തിൽ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിളമ്പുന്ന ആള് ഒരിക്കലും ആദ്യം ഭക്ഷിക്കാൻ പാടില്ല, അവരെ അവസാനമാണ് ഭക്ഷിക്കേണ്ടത്. അവിടെ റസൂലുള്ള ജീവിതത്തിലൂടെ കാണിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എല്ലാ ആളുകളും വയറ് നിറയെ കുടിച്ചതിന് ശേഷം റസൂലുള്ള വീണ്ടും ആ പാത്രം എടുത്തിട്ട് അത് കറന്ന്, അതായത് ആ പാത്രത്തിൽ മുഴുവൻ പാല് നിറച്ചിട്ട് ആ പാത്രവും അവരെ ഏൽപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു നടക്കാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ സാന്നിധ്യം, നേരത്തെ സൂറത്ത് മറിയമിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന, വജഅലനി മുബാറക്കൻ ഐനമാ കുൻതു, ഞാൻ എവിടെയായിരുന്നാലും ആ സാന്നിധ്യം ബർക്കത്താക്കപ്പെടണം. അതേ രൂപത്തിൽ അതാണ് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്.
ആ പാത്രത്തിൽ മുഴുവൻ പാല് നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തിരിച്ചു നടക്കാൻ യാത്ര തുടരുകയാണ്. അപ്പൊ അവരുടെ ആ യാത്ര, മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഉമ്മു മഅബദിന്റെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പോയതിനു ശേഷം ഒരു അല്പസമയത്തിന് ശേഷം അവരുടെ ഭർത്താവ് അബൂ മഅബദ് അവർ വീട്ടിലേക്ക് തിരിച്ചെത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവര് ഭക്ഷണമൊന്നും ഇല്ലാത്ത കാരണം പുറത്ത് വല്ലതും കിട്ടുമെന്ന് പരതി നോക്കാൻ വേണ്ടി അവർ പോയതാണ്. ഒരുപാട് അന്വേഷിച്ച് യാതൊന്നും കിട്ടാതെ വെറും കൈയോടെ അവർ വീട്ടിലേക്ക് മടങ്ങി വരാൻ. പക്ഷെ അവർ വീട്ടിലെത്തിയ സന്ദർഭത്തിൽ അവർ അത്ഭുതപ്പെടാണ്. കാരണം വീട്ടിലൊരു വലിയ പാത്രം മുഴുവൻ പാലിരിക്കുന്നതായിട്ട് അവർ കാണാൻ. അപ്പൊ അവരുടനെ തന്നെ ഭാര്യ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മിൻ ഐന ഹാദ, ഉമ്മു അബദ്, എവിടെ നിന്നാണ് ഇത്രയും പാല് നിനക്ക് കിട്ടിയത്? നമ്മുടെ പാടിന് കറവില്ലല്ലോ, പിന്നെ ഇത്രയും പാൽ എങ്ങനെയാണ് ഇവിടെ വന്നത്? ആ സന്ദർഭത്തിൽ ഉമ്മു മഅബദ് അവര് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം രണ്ടാളുകൾ ഈ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അനുഗ്രഹീതനായിട്ടുള്ള ഒരു മനുഷ്യൻ, റജുലുൻ മുബാറക്, നേരത്തെ പറഞ്ഞ ആയത്ത് ഇവിടെ ചേർത്ത് വെക്കുക, വജഅൽനി മുബാറകൻ ഐനമാ കുന്ത്, അനുഗ്രഹീതനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നു. ഭാര്യ പറയുന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഏത് ആളുകളെ കുറിച്ചാണ് നീ സംസാരിക്കുന്നത്? സുഫീഹിലിയ ഉമ്മു മഅബദ്, എനിക്കൊന്ന് അവരെ വർണ്ണിച്ചു തരാൻ പറ്റുമോ? അതായത് നീ പറയുന്ന ആളുകളെ സംബന്ധിച്ച് നീ ഒന്ന് എനിക്കൊന്ന് വർണ്ണിച്ചു തരോ? ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു മഅബദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അതിമനോഹരമായിട്ടുള്ള ചില വർണ്ണനകൾ നൽകുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ശാരീരിക പ്രകൃതത്തെ സംബന്ധിച്ച് അവര് മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. അതായത് റസൂലുള്ളാഹിന്റെ ശാരീരിക പ്രകൃതം വിവരിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഉദ്ധരണി ഉമ്മു മഅബദ് ഈ ഒരു സന്ദർഭത്തിൽ നൽകുന്ന ഉദ്ധരണിയാണ്. നിങ്ങൾ ഓർക്കുന്നില്ല, നമ്മുടെ സീറയുടെ 3-ാമത്തെ ഭാഗത്ത് റസൂലുള്ളാഹിന്റെ രൂപഭാവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഈ ഒരു ഉദ്ധരണി അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹിന്റെ ശാരീരിക പ്രകൃതം വിവരിക്കുന്ന ശമാഇൽ ഗ്രന്ഥങ്ങളിലെല്ലാം ഉമ്മു മഅബദ് ഈ ഒരു സന്ദർഭത്തിൽ നൽകുന്ന വർണ്ണനകളുടെ ആ ഉദ്ധരണി കാണാൻ സാധിക്കും. അവർ പറയാണ്, ഭർത്താവിന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ വന്ന മനുഷ്യനെ സംബന്ധിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് അവർ വർണ്ണിക്കുന്നത്. അവർ പറയാണ്, അതിസുന്ദരനായിട്ടൊരു മനുഷ്യൻ, അതായത് ആ മുഖത്തെ പോലെ, അതായത് തിളങ്ങുന്ന, അതായത് പ്രസരിപ്പുള്ള തേജസ്സുള്ള മുഖത്തിന്റെ ഉടമ, റസൂലുള്ളാഹിന്റെ നേത്രങ്ങൾ പോലും അവർ വർണ്ണിക്കുന്ന അത്യാകർഷകമായിട്ടുള്ള നേത്രങ്ങൾ, സുറുമ എഴുതിയതുപോലെയുള്ള കണ്ണുകൾ, അതേപോലെ തന്നെ നിറഞ്ഞു ചേർന്ന് നിൽക്കുന്ന പുരികങ്ങൾ, കറുത്ത, അതായത് കടുത്ത കറുപ്പ് നിറമുള്ള കൃഷ്ണമണി, പുറം ഭാഗത്താകട്ടെ അത്യധികം വെളുപ്പ്, നീണ്ട ഇടതൂർന്ന കൺപീലികൾ, അതേപോലെ തന്നെ കുറുകിയ ഇടുപ്പ്, ഒത്ത ശിരസ്, ശരീരത്തെ പോലും സമീമിം ഖസീം, അതായത് ഒത്ത ശരീരം അകലെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് പോലും അതിസുന്ദരൻ അവര് വിവരിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ സംസാരത്തെ സംബന്ധിച്ച് മധുരമാർന്ന ശബ്ദം, ഏതൊരു സംസാരം എന്നുള്ളത് അവർ വിവരിക്കുന്നത് മാലയിൽ നിന്നും മുത്തുകൾ പൊട്ടി വീഴുന്നത് പോലെ അതിമനോഹരമായിട്ടുള്ള സംസാരമാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വരുന്നത്. അദ്ദേഹത്തിന്റെ മൗനത്തെ പോലും, ഗൗരവകരമായിട്ടുള്ള മൗനത്തെ പോലും അവർ വിവരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഒരു ഉമ്മു മഅബദ് ആ സന്ദർഭത്തിൽ നൽകുന്ന വർണ്ണനകള്, അത് കേൾക്കുന്ന ഏതൊരു വിശ്വാസിയും ആ റസൂലുള്ളാഹിന്റെ ആ തിരുമുഖം ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചു പോകും. അത്രമേൽ മനോഹരമായിട്ടാണ് അവര് റസൂലുള്ളാഹിനെ അവർ വർണ്ണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായിട്ടുള്ള സൗഭാഗ്യം, സ്വർഗ്ഗലോകത്ത് വെച്ച് ഹബീബായിട്ടുള്ള റസൂലുള്ളാഹിന്റെ ആ മുഖം കാണാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. നമുക്ക്